മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക് രാജമല വരയാട് പാർക്കിലേക്ക് ട്രാവൽഷൻ മീഡിയയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇഷ്ടംപോലെ ഉണ്ട്. എവിടെ ഒളിച്ചിരിക്കുക തൊടുകയൊന്നും ചെയ്യരുത്. അത് തൊടുകയോ ശല്യപ്പെടുത്തുകയും ചെയ്യരുത്. മൂന്നാർ ടൗണിൽ നിന്നും മറയൂർ റൂട്ടിൽ 9 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചേരും. നമ്മൾ ബസ് മാർഗമാണ് ഈ ഇരവികുളത്തേക്ക് യാത്രയായത്. പോകുന്ന വഴിക്ക് മനോഹരമായ കാടുകളും മേടുകളും തേയിലത്തോട്ടങ്ങളും താണ്ടിയാണ് നമ്മൾ ഈ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചേരുന്നത്. ഇവിടേക്ക് വരാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് ലഭ്യമാണ്. ഈ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ സൈറ്റിൽ കയറി നമുക്ക് ആധാർ കാർഡ് നമ്പരും നമ്മുടെ വിലാസമൊക്കെ നൽകി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒരാൾക്ക് 201 രൂപ ആണ് ഇന്ത്യൻസിന് ചാർജ് വരുന്നത്. പിന്നെ വിദേശികൾക്ക് ഉള്ളത് ഒരാൾക്ക് 500 രൂപ വീതമാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ നേരിട്ടും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പം ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നതിനുള്ള റിസപ്ഷൻ ഹാളാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് വേണം അകത്തേക്ക് കടന്നു പോകാൻ. ഇവിടെ ഒരു വെർച്വൽ ടൂറും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കേന്ദ്രം റൺ ചെയ്യിക്കുന്നത്. അപ്പം ഏതാണ്ട് ടിക്കറ്റ് കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ബസ്സുകൾ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് ഈ വാഹനത്തിൽ കയറി വേണം നമുക്ക് വരയാടുകളെ കാണുവാൻ രാജമലയിലേക്ക് യാത്രയാകാം. അപ്പം നമ്മൾ കയറിയ ബസ്സിൽ മറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരോടൊപ്പം നമ്മുടെ ബസ് രാജമലയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം മഞ്ഞുമൂടിയ തേയിലത്തോട്ടങ്ങളും അതുപോലെ മാമലകളുടെ മഹാ ചൈതന്യവും അതുപോലെ തന്നെ മഞ്ഞുതുള്ളികൾ വന്നു മൂടുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ അപൂർവ ചാരുതയും ആസ്വദിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ഇരവികുളം നാഷണൽ പാർക്ക് 1978 സ്ഥാപിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇത് കണ്ണൻദേവൻ ഹിൽസ് കമ്പനിയാണ് റൺ ചെയ്തിരുന്നത്. ഏതാണ്ട് 97 ചതുരശ്ര കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഈ ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ബോർഡറുകളായി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി പീക്ക് ഈ നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ ഘട്ടിലെ അതുപോലെ തന്നെ പളനി ഹിൽസ്, ആനമുടി പീക്ക് മുതലായവയ്ക്കടുത്തായിട്ടാണ് ഈ രാജമല വരയാട് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ തന്നെ ചന്തം വിളിച്ചോതുന്ന കാഴ്ചകളാണ്. കൂറ്റൻ പാറക്കെട്ടുകളും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കണ്ടുകൊണ്ട് നമ്മുടെ വാഹനം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ രാജമലയിലെ വൻ ഉയരത്തിൽ നിന്നും വരുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ബസ് നിർത്തി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളെ കാണിക്കും. പോകുന്ന വഴിക്ക് വരയാടുകളുണ്ടെങ്കിൽ നിർത്തി അതിനെ കാണിക്കും. അങ്ങനെ നമ്മുടെ വാഹനം 10 മിനിറ്റോളം യാത്ര ചെയ്ത് ആ രാജമലയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. നമ്മളെല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകതകൾ വിളിച്ചറിയിക്കുന്ന ധാരാളം ബോർഡുകളും കമാനങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എൻട്രിയിൽ ടിക്കറ്റ് കാണിച്ച് നമ്മളിങ്ങനെ നടന്ന് വേണം ഒരു 2.5-3 കിലോമീറ്ററോളം ഇങ്ങനെ ഈ മലയുടെ മുകളിലേക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തണുപ്പുള്ള ഈ അന്തരീക്ഷത്തിൽ
കോടമഞ്ഞിൽ ലയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ. അപ്പം ഇന്ന് ധാരാളം വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് മഴ കാരണം ഈ മൂന്നാറിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ശനിയാഴ്ച മുതൽ ആണ് ഇന്നലെ 29 മുതലാണ് ഇതൊക്കെ ഇപ്പോൾ റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് അധികം സഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മളിത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം പേർ ബസ്സുകളിൽ വന്നിറങ്ങുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കോടമഞ്ഞ് വന്ന് നമ്മുടെ ഈ പാർക്കിനെ മുഴുവൻ മൂടുന്ന അവസ്ഥയാണ്. എല്ലാവരും ആ കോടമഞ്ഞിൻ്റെ കുളിരിൽ ലയിച്ച് ഇങ്ങനെ ആസ്വാദ്യമായി ഇതിലേക്കൂടെ പോകുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പം നടന്നു പോകാൻ കഴിയാത്തവർക്ക് താഴെ നിന്ന് 800 രൂപയ്ക്ക് ബഗ്ഗി ലഭ്യമാണ്, ബാറ്ററി കാറ് ലഭ്യമാണ്. അതിലും കയറി നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകൾ, മനോഹരമായ പ്രകൃതി ഒരുക്കിയ ദൃശ്യചാരുത, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവികളും പുൽമേടുകളും നീലക്കുറിഞ്ഞി ചെടികളും, അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഇവിടെ ഒരു നീല വസന്തമാണ്. ഈ പുൽമേടുകൾക്കുള്ളിൽ തന്നെ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞി ചെടികളുണ്ട്. ഈ ചെടികളൊക്കെ പുഷ്പിക്കും. അങ്ങനെ ഒരു സമയത്ത് നമ്മളിവിടെ വരികയുണ്ടായി. നല്ല മനസ്സിന് സന്തോഷമേകുന്ന കാഴ്ചകൾ. എല്ലാവരും കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് തകർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു കാട്ടരുവിയുണ്ട്. അതിനോട് ചേർന്ന് ഒരു അമ്പലമുണ്ടായിരുന്നു. ഒരു ശോലവന പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കല്ലുവാകിയ ഈ വീതിയിലൂടെ നടന്ന് തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് കോടമഞ്ഞിൻ്റെ കുളിരിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് കുറിഞ്ഞി ഉദ്യാനമാണ്. ഇത് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കുറിഞ്ഞി ഉദ്യാനമാണ്. ഇത് പൂക്കുന്ന സീസണിൽ ഇതെല്ലാം കാണാൻ ഇവിടെ വൻ തിരക്കാണ്. ഈ പുൽമേടുകൾക്കിടയിലെല്ലാം കുറിഞ്ഞിച്ചെടികൾ ധാരാളമായി നിൽപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കണ്ണിനും മനസ്സിനും വിരുന്നേകുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ചെറിയ ചാറ്റമഴയും നമ്മളെ മൂടി തഴുകി തലോടിപ്പോകുന്ന കോടമഞ്ഞിൻ്റെ കുളിരും ഏവരെയും ആവേശഭരിതരാക്കി. ഇങ്ങനെ ടൂറിസ്റ്റുകളെല്ലാം ഫോട്ടോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വാനവും ഭൂമിയും കോടമഞ്ഞും ചേർന്ന് ഒരു മാസ്മരലോകം ഇവിടെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫോട്ടോ പോയിന്റിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഈ കാഴ്ചകൾ ഭൂമിയും വാനവും കോടമഞ്ഞും ഒന്നായി ലയിച്ച് ആസ്വാദ്യകരമായി തീരുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കേവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ആനന്ദ നിമിഷങ്ങളായിരുന്നു ഇവിടെ. ഇവിടം വരെയാണ് നമുക്ക് നടന്നു കയറുവാൻ അനുവാദമുള്ളത്. ഇതാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ ലിമിറ്റ്. ഇതിനങ്ങോട്ട് എസ്റ്റേറ്റ് ആണ്. അവിടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഈ ബഗ്ഗിയിൽ കയറി വന്ന് നമുക്കിവിടെയൊക്കെ ഈ കാഴ്ചകൾ കണ്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഈ മഞ്ഞിൽ ലയിച്ച് ഇങ്ങനെ ആസ്വാദ്യകരമായി ഇതെല്ലാം ആസ്വദിച്ച് പോകാം. ഇവിടെ ഏതാണ്ട് 800ഓളം വരയാടുകളാണ് ഔദ്യോഗിക കണക്കിൽ ഉള്ളത്. വരയാടുകളെ കൂടാതെ ഒരുപാട് ജീവികളും സസ്യലതാദികളും പക്ഷികളും അതുപോലെ തന്നെ പൂമ്പാറ്റ കൂട്ടങ്ങളും എല്ലാമുള്ള ഒരു പ്രകൃതിദത്തമായ ആവാസ കേന്ദ്രമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മനോഹരമായി പരിപാലിച്ചു പോരുന്ന ഒരു ദേശീയ ഉദ്യാനമാണ്. 1978 ഇത് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണെന്ന് നമ്മൾ പറഞ്ഞു.
അല്ല 71 മുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലായിരുന്നെങ്കിലും 78 ഇത് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ആടുകളെ കാണാൻ നമ്മൾ വന്നിട്ട് ആടുകളെ കണ്ടില്ല. ആ വിഷമത്തിൽ വരുമ്പോൾ ഒരു മലമുകളിൽ നിന്നും ഒരു കുഞ്ഞൻ വരയാട് നമ്മളെ സന്തോഷിപ്പിക്കാനായി നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് എല്ലാവരും ആ ആടിൻ്റെ കൂടെയായിരുന്നു. ആ ആട് നമ്മളോടൊപ്പം ഇണങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും എല്ലാവരോടും വളരെ ഇതായിട്ടാണ് അത് എല്ലാവരും കണ്ടു കിടക്കുന്ന ഒരു ആടാണ്. അതുകൊണ്ട് നമുക്ക് കാഴ്ചയൊഴുക്കി അത് നമ്മളോടൊപ്പം തന്നെ മുന്നോട്ട് നടക്കുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും വീഡിയോ എടുക്കാൻ നമുക്ക് നിന്ന് തരുന്ന രീതിയിൽ നമുക്ക് സന്തോഷമേകിക്കൊണ്ട് നിൽക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സന്ദർശകരെല്ലാം അതിൻ്റെ പുറകിലായിരുന്നു. അത് നമ്മൾ ഉപദ്രവിക്കത്തില്ല എന്നതിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരയാടിനെ മുമ്പ് പലപ്പോഴും പോയിട്ടും കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ വരയാടിനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും അവനോടൊപ്പം ഇങ്ങനെ ആ പാർക്കിൻ്റെ സൈഡിലൂടെ അവന് ശല്യമുണ്ടാകാത്ത രീതിയിൽ ഫോട്ടോയൊക്കെ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പം ഈ രാജമലയിൽ എത്തിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വരയാടിനെ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഇവിടെ ധാരാളം വരയാടുകൾ ഉണ്ടെങ്കിലും അത് ഈ മലയുടെ അതിവിശാലമായ മലയുടെ മുകളിലും പുൽമേടുകളിലും എല്ലാം സ്വതസിദ്ധമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നവയാണ്. അപ്പം നമ്മൾ ഇവിടെ പോയാലും നമ്മുടെ ഭാഗ്യം പോലെ മാത്രമേ നമുക്ക് ഈ ആടുകളെ കാണുവാൻ കിട്ടുകയുള്ളൂ. എന്തായാലും ഇവനെ കിട്ടിയത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയായി. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഈ ആടിനോടത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. അവൻ എന്നിട്ടും നമ്മളെ വിടാൻ പാവമില്ലായിരുന്നു. നമ്മുടെ പുറകിൽ തന്നെ ഇങ്ങനെ ഓടി വരുന്ന കാഴ്ച വളരെ മനോഹരമായ ഒന്നായിരുന്നു. അപ്പം കുറച്ച് നേരം നമ്മൾ അവനോടൊപ്പം നടന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും അവനോട് മനസ്സുകൊണ്ട് ടാറ്റ പറഞ്ഞു മുന്നോട്ട് നമ്മൾ നടന്നു. നമ്മളെ വിടാൻ പാവമില്ലാതെ അവൻ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. നമുക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നിങ്ങനെ പ്രകൃതിയുടെ കാഴ്ച കൂടി ആസ്വദിച്ചുകൊണ്ട് ആ മഞ്ഞിൻ്റെ കുളിരലയിൽ ലയിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ താഴെ കുറച്ച് വരയാടുകളെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പം ഇവിടെ താഴെ ഒരു 2 വരയാടുകൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നീട് കാഴ്ചകൾ കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ അഗാധമായ ഗർത്തത്തിൽ തീലത്തോട്ടങ്ങൾക്കിടയിൽ കണ്ട മഞ്ഞ് നമ്മളെ വഴിമറച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. മലമുകളിൽ കണ്ട കോടമഞ്ഞ് ഇങ്ങനെ അടിച്ച് നമ്മളെ കുളിയണിയിച്ച് സന്തോഷവാന്മാരാക്കി. ഇവിടുത്തെ കാഴ്ച കോടമഞ്ഞ് വന്നിങ്ങനെ അടിച്ചു കയറി നമ്മുടെ കാഴ്ചകൾ മറച്ചു. ഈ മരച്ചില്ലകൾക്കിടയിലൂടെ കോടമഞ്ഞ് കയറി വന്ന് ഒരു മാസ്മര ലോകം തീർത്ത കാഴ്ച നമ്മുടെ കണ്ണിനും മനസ്സിനും ആമോദം ഉണ്ടാക്കുന്നവയായിരുന്നു. അങ്ങനെ ആ കോടമഞ്ഞിൻ്റെ കുളിരലയിൽ ലയിച്ചുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനത്തിൽ ഇങ്ങനെ സന്ദർശകർ വന്നെത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ താഴോട്ട് വന്നപ്പോൾ ഇവിടെ വീണ്ടും നിൽക്കുന്നു ഒരു വരയാട്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നിന്ന കാഴ്ചയും അതീവ ഹൃദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട്
ഇവിടെ എക്സിറ്റ് പോയിന്റിൽ എത്തി. പുറത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഈ പാർക്കിൻ്റെ കാഴ്ചകളും മറ്റും വിവരിക്കുന്ന ഒരു ഗാലറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പം ഈ ഗാലറിക്കകത്ത് ബഹുവർണ്ണ ചിത്രങ്ങളുടെ അകമ്പടിയോടെ ഈ പാർക്കിലെ വിശേഷങ്ങൾ, ഇവിടുത്തെ പക്ഷികൾ, പൂമ്പാറ്റകൾ, ജീവികൾ, വരയാടുകൾ, സകല ജീവ സസ്യ ജന്തുജാലങ്ങളുടെയും ഫോട്ടോയോടുകൂടിയ മനോഹരമായ ഒരു ഗാലറി നമുക്ക് നമ്മുടെ അറിവിലേക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിനകത്ത് കയറുന്നതിന് നമ്മൾ പ്രത്യേകം ഫീസൊന്നും കൊടുക്കണ്ട. ഇതൊക്കെ നമ്മൾ നേരത്തെ ടിക്കറ്റിൽ ഇൻക്ലൂസീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും ഒരു നല്ല അനുഭവമായിരുന്നു. ഈ പാർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനും മറ്റും നമുക്ക് വളരെ ഒരു ഇതായിരുന്നു. അതുപോലെ പുറത്ത് അതിനപ്പുറത്തായിട്ട് ഒരു ഫോറസ്റ്റിലെ വനത്തിലെ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഷോപ്പ്. എല്ലാതും നല്ല വിലയാണ്. നമ്മൾ കുറച്ചൊക്കെ വിലയൊക്കെ ചോദിച്ചു നോക്കിയാലും ഒരു സാൻഡൽ സോപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ചന്ദനമുട്ടികൾ മറ്റും ഇവിടെ എടുത്ത് വാങ്ങാവുന്നതാണ്. പിന്നെ ഇവിടെ പുറത്ത് നമുക്ക് കോഫിയും മറ്റും കുടിക്കാനായി നല്ലൊരു മഞ്ഞുമൂടിയ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരികെ പോകാനായി നമ്മുടെ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വന്നപ്പോൾ ദാണ്ടെ അവിടെ നമ്മളെ യാത്രയാക്കാൻ വേണ്ടി 2 കുഞ്ഞന്മാർ വന്ന് നിൽക്കുന്നു. തീറ്റയൊന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കുറേ സന്ദർശകർ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ വരയാടുകളോട് യാത്ര പറഞ്ഞ് നമ്മുടെ ബസ്സിൽ കയറി നമ്മൾ തിരികെ ഇതിൻ്റെ എൻട്രി പോയിന്റിലേക്ക് വന്നു. ഇവിടെയും ധാരാളം ഹാൻഡിക്രാഫ്റ്റ്സ് കടകളും ടീ ഷോപ്പുകളും ഉണ്ടായിരുന്നു. കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ആ പാർക്കിനോട് വിട പറഞ്ഞു. ഏവർക്കും നന്ദി, നമസ്കാരം.